ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ ജെഡിയുവിൽ ഒരു വിഭാഗം നേതാക്കൾക്ക് അതൃപ്തി. MLA ഗോപാൽ മണ്ഡൽ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. പട്നയിലെ നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിൽ നിന്ന് വിനീത VG വിവരങ്ങൾ നൽകും. വിനീത, സീറ്റ് കിട്ടാത്തവർ, സ്ഥാനാർത്ഥി മോഹികൾ ഒക്കെ ആയിരുന്നവർ ഇപ്പോൾ എന്താണ് ജെഡിയുവിന്റെ നേതാക്കളെ കണ്ട് പരാതി അറിയിക്കുക, ഇപ്പോൾ പരസ്യ പ്രതികരണത്തിലേക്കൊക്കെ പോകുന്ന തരത്തിലേക്ക് ഭിന്നത രൂപപ്പെട്ടിരിക്കുകയാണോ ജെഡിയുവിൽ? എന്താണ് വിവരങ്ങൾ? തീർച്ചയായും വിജയകുമാർ, ഞാനിപ്പോൾ നിൽക്കുന്നത് നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് MLA ആണ്. ആ സൺഗ്ലാസ് ധരിച്ച നിലത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. MLA അജയ് മണ്ഡലാണ്. അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് ലഭിച്ചില്ല എന്ന വലിയ പരാതി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇത്തവണ പരിഗണിക്കപ്പെടുന്നില്ലെന്ന് കൂടി മനസ്സിലാക്കിയപ്പോഴാണ് അദ്ദേഹം ഇവിടെ എത്തിയപ്പോൾ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. സീറ്റ് ലഭിക്കാത്തതിനുള്ള വലിയ പ്രതിഷേധത്തിൽ തന്നെ അദ്ദേഹം ഉള്ളത്. ഒപ്പം തന്നെ നമുക്ക് ആ വീടിന് പുറത്തേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, വലിയ രീതിയിൽ ഒരു സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒപ്പം അദ്ദേഹത്തിന് ഒരു അനുയായിയുമുണ്ട്. രണ്ടുപേരും നിലത്ത് കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. വീടിന് പുറത്തും വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. നേതാക്കൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവർക്ക് സീറ്റ് ലഭിച്ചില്ല അതുൾപ്പെടെയുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത്. ഇദ്ദേഹം മുൻ MLA ആണ്. അദ്ദേഹത്തിനും സീറ്റ് ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ സീറ്റ് नहीं, जनता दल यू को मिलना था, वो लोजपा को दे दिया गया। तो इसी के लिए हम लोग माननीय मुख्यमंत्री जी से मिलना चाहते हैं कि मुख्यमंत्री जी न्याय करेंगे। अभी तो नहीं आए हैं मुख्यमंत्री जी। मुख्यमंत्री जी आएंगे भी नहीं, हम लोगों को बुलाएंगे। ये हम लोगों को विश्वास है कि वो बुलाएंगे और बुला के हम लोगों से बात करेंगे, पूछेंगे कि क्या मांग है आपकी, है ना, क्या चाहते हैं, बात करेंगे, फिर हम लोग अपनी बात रखेंगे। हम लोगों को MLA जी वो भी विधायक हैं, मुख्यमंत्री जी के सामने पार्टी पुटअप करेगा। हम लोग न्याय चाहते हैं, हम लोग न्याय चाहते हैं। जो जनता दल यू को सीट फिर यहाँ आवे और षड्यंत्र रच के या 25 करोड़ रुपया में जो पार्टी के लोगों ने उसको कुछ पार्टी के लोग ने बेच दिया है और वहाँ का जो राजनीतिक माफिया है दिनेश प्रसाद सिंह, उन्होंने खरीद लिया है और अपने बेटी को टिकट दिलाना चाहता है। उनका टिकट रद्द हो और जनता दल यू को पैसा दे दिया। पैसा दे दिया के बाद टिकट नहीं मिलती जी। सही बात है, पैसा दे दिया और पैसा के बल पर टिकट लेके और वहाँ से ले लिया है। कितना लोग अब किधर से कितना लोग टिकट चाहिए? हमको सिर्फ एक आदमी कमेटी से और जिला कमेटी से 70 से रिपोर्ट और राज्य कमेटी से एक सिंगल नाम आया प्रभात किरण का। और प्रभात किरण 5 वर्षों तक जनता के सुख दुख में सेवा किया और खिदमत किया, इसीलिए वहाँ हक बनता है प्रभात किरण को। और हम लोग मुख्यमंत्री जी से न्याय चाहते हैं। വിജയകുമാർ, വലിയ പ്രതിഷേധത്തിലാണ് അവരുള്ളത്. ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങൾ കൂടി അവർ ഉന്നയിക്കുന്നുണ്ട്. ചില നേതാക്കൾ അവർ ഇവിടെ എത്തി പൈസ കൊടുത്തവർ സീറ്റ് വാങ്ങി, പക്ഷെ അതേസമയം ഞങ്ങൾക്ക് സീറ്റ് ലഭിച്ചില്ല, ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയെ കാണേണ്ടതായിട്ടുണ്ട്, ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിയിക്കേണ്ടതായിട്ടുണ്ട് ഉൾപ്പെടെയുള്ള വലിയ പ്രതിഷേധവുമായാണ് നേതാക്കൾ ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ ഇപ്പോഴും അജയ് മണ്ഡൽ MLA, അദ്ദേഹം ഗോപാൽ മണ്ഡൽ MLA, അദ്ദേഹം ഇപ്പോഴും ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. അതിനിടയിൽ MP അജയ് മണ്ഡൽ രാജിവെച്ചു എന്നുള്ള ഒരു വാർത്ത കൂടി ലഭിക്കുകയാണ്. വലിയ പ്രതിഷേധത്തിലേക്ക് നേതാക്കൾ നീങ്ങുകയാണ്. അദ്ദേഹം അജയ് മണ്ഡൽ രാജിവെക്കാനുള്ള കാരണമായി അദ്ദേഹം പറയുന്നത് ഈ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് സ്ഥാനാർത്ഥി നിർണയം എത്തിയപ്പോൾ പോലും താനുമായി ഇക്കാര്യങ്ങൾ കൂടി ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ വലിയ അതൃപ്തിയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ MP രാജിവെച്ചിരിക്കുന്നത്. അതേസമയം MLA പ്രതിഷേധം ഇപ്പോഴും വീടിന് പുറത്ത് തുടരുകയാണ്. ശരി, പട്നയിലെ നിതീഷ് കുമാറിന്റെ വസതിക്ക് മുന്നിൽ നിന്നാണ് വിനീത വിവരങ്ങൾ നൽകിയത്. സീറ്റ് വിഭജനത്തിന് പിന്നാലെ ജെഡിയുവിൽ വലിയ പൊട്ടിത്തെറിയാണ്. പണം നൽകി പലരും സീറ്റ് വാങ്ങുന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് പുറത്ത് പ്രതിഷേധിക്കുന്ന ജെഡിയു നേതാക്കൾ ആരോപിക്കുന്നത്. നിതീഷ് കുമാർ വിശദീകരിക്കട്ടെ, ഞങ്ങൾക്ക് പറയാനുള്ള അദ്ദേഹം കേൾക്കണം എന്നൊക്കെ അവരാവശ്യപ്പെടുന്നുണ്ട്. എന്താണ് ജെഡിയു നേതൃത്വത്തിന്റെ നിലപാട് എന്നത് വൈകാതെ അറിയാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.